നമസ്കാരം, ധനുഷ് പീസ് ടിപ്സിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് എക്സാമിനേഷൻ എഴുതുന്ന എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 2022 10th പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഭൂമിശാസ്ത്രം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഫൈനൽ ആൻസർ കീയുമാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോവാം. ഇന്ത്യൻ ഭൂമിശാസ്ത്രം എത്ര ചോദ്യങ്ങളുണ്ടെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ആൻസർ അലൂമിനിയം, സിലിക്ക എന്നിവയാണ് ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ. താഴെ തന്നിരിക്കുന്നവയിൽ അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ആൻസർ ബസാൾട്ട്. അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തതാണ് ബസാൾട്ട്. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് എന്നിവ അവസാദശിലയ്ക്ക് ഉദാഹരണമാണ്. താഴെ തന്നിരിക്കുന്ന മടക്ക് പർവ്വതനിരയ്ക്ക് ഉദാഹരണം ഏതാണ്? മടക്ക് പർവ്വതനിരയ്ക്ക് ഉദാഹരണം ഏതാണ്? ഉത്തരം ബി ആൻഡ് സി ആണ്. അറ്റ്ലസും ആൽപ്സുമാണ്. നെക്സ്റ്റ് വൺ, കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് ഏത്? കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? സംസ്ഥാനമാണ് യു പി. നെക്സ്റ്റ് വൺ, 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ആൻസർ നഗരം എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏതാണ്? ആൻസർ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ജില്ലയാണ് പാലക്കാട് ജില്ല. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഉൾപ്പെടുന്നവരാണ് ലഡാക്ക് ആൻഡ് സസ്കർ. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നവരാണ് ലഡാക്ക് ആൻഡ് സസ്കർ. അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ 26/22. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ആൻസർ ഉഷ്ണകാലം. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതുവാണ് ഉഷ്ണകാലം. നെക്സ്റ്റ് വൺ, ദേശീയ ജലപാത NW1 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഹാൽഡിയ അലഹബാദ്. സാദിയ ദുബ്രി 2 കൊല്ലം കോട്ടപ്പുറം 3. ദേശീയ ജലപാത NW1 ഹാൽഡിയ അലഹബാദ്. നെക്സ്റ്റ് വൺ, ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ആൻസർ ഇലപൊഴിയും കാടുകളാണ് ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഹിമാലയത്തിൽ നോക്കാം, തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ് ഹിമാലയത്തിൽ.
കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. ഒന്നുകൂടി, തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ് ഹിമാലയം. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട് ഹിമാലയത്തിൽ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലുപ്പം കൂടിയത് ഏതാണ്? ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലുപ്പം കൂടിയതാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലുപ്പം കൂടിയതാണ് ഡെക്കാൻ പീഠഭൂമി. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. പ്രസ്താവന: ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് റാബി വിളയാണ്. 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി വരെ താപവും 75 cm മഴയും ആവശ്യമുണ്ട് ഇതിന്. ഇത് ഏത് വിളയാണ്? വിളയാണിത്? ഗോതമ്പാണ്. ഗോതമ്പൊരു റാബി വിളയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് കാണിക്കുന്ന വിളയാണ്. 10 ഡിഗ്രി ടു 26 ഡിഗ്രി വരെ താപം ഇതിന് വളർച്ചയ്ക്ക് ആവശ്യമുണ്ട്. റാബി വിളയാണ് ഏത്? ഗോതമ്പ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ചോദ്യം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗമാണ് കിഴക്കൻ തീരസമതലം. കിഴക്കൻ തീരസമതലം. കിഴക്കൻ തീരസമതലം. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? നദീതീരമാണ് കാവേരി. തഞ്ചാവൂർ കാവേരി നദിയുടെ തീരത്താണ് ഉള്ളത്. തഞ്ചാവൂർ കാവേരി. നെക്സ്റ്റ് വൺ, ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ് ടിബറ്റിനെയാണ്. ഉത്തരാഖണ്ഡ് ടിബറ്റിനെയാണ്. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ് ടിബറ്റിനെയാണ്. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ്? അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് ഓപ്ഷൻ ബി ആൻസർ സിന്ധു, നർമ്മദ, പെരിയാർ. സിന്ധു, നർമ്മദ, പെരിയാർ എന്നിവയാണ് അറബിക്കടലിൽ പതിക്കുന്ന നദികൾ. അറബിക്കടലിൽ. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 53/22 ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? ആൻസർ നൂൽപ്പുഴ. ആൻസർ നൂൽപ്പുഴ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം. നട്ടെല്ലാണ് ഉത്തര മഹാസമതലം. നെക്സ്റ്റ് ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദിയാണ് ലൂണി. ലൂണി നദി. നർമ്മദ, മഹാനദി, കാവേരി എന്നിവ ഉപദ്വീപ് നദികൾ ഉൾപ്പെടുന്നവയാണ്. ഉൾപ്പെടാത്ത ഒരേ ഒരാളുണ്ടായിരുന്നു ലൂണി നദി. ലൂണി നദി. നെക്സ്റ്റ് ചോദ്യം, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷിയാണ് പരുത്തി കൃഷി. ഏറ്റവും അനുയോജ്യമായ കൃഷിയാണ് പരുത്തി കൃഷി. എക്കൽ മണ്ണിൻ്റെ കാര്യം കൂടി ഓർക്കുക. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രാം ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രാം ഏത് സംസ്ഥാനത്താണ്? സംസ്ഥാനം മേഘാലയ. മേഘാലയയിലാണ്. മേഘാലയയിലാണ്. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനമാണ്. ലോക ഓസോൺ ദിനമാണ് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മണികരൺ. മണികരൺ ഗെയ്സർ. മണികരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്?
ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ് വൺ, ശ്രീനഗർ കാർഗിൽ മേഖലകളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ശ്രീനഗർ കാർഗിൽ മേഖലകളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില ചുരം. സോജില ചുരം. സോജില ചുരം. സോജില ചുരം. നെക്സ്റ്റ് ചോദ്യം, ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. 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 നെക്സ്റ്റ് വൺ, ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാതയാണ് NW2. 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 അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. 941. കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി. ഏറ്റവും വലിയത് ഇടുക്കിയാണ്. കേരളത്തിൽ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നത് നദി ഏതാണ്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ കബനി നദി. ആൻസർ കബനി നദി. ആൻസർ കബനി നദി. നെക്സ്റ്റ് വൺ, കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചിന്നാർ. ഉൾപ്പെടാത്തതാണ് ചിന്നാർ. തട്ടേക്കാട്, മംഗളവനം, ചൂലന്നൂർ ഇവയൊക്കെ പക്ഷി സങ്കേതങ്ങളാണ്. ചൂലന്നൂർ എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ വരുന്നത് മയിലാണ്. മയിൽ. ചൂലന്നൂർ മയിലാണ്. നെക്സ്റ്റ് ചോദ്യം, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആണ് ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമാണ് ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. വരയാട്. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ആദ്യത്തേത് ഇരവികുളം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. അടുത്തത്, കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. 1 പമ്പ പുളിച്ചിമല, 2 ചാലക്കുടിപ്പുഴ ആനമല, 3 അച്ചൻകോവിലാറ് പമ്പാ നദി. ഇതിൽ കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനം ശരിയായത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരിയുള്ളത്. 1ഉം 2ഉം ശരിയാണ്. പമ്പയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമല, ചാലക്കുടിപ്പുഴയുടേത് ആനമലയുമാണ്. പമ്പയുടെ പുളിച്ചിമലയാണ്, ചാലക്കുടിപ്പുഴയുടെ ആനമലയുമാണ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ തന്നിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 2ഉം 3. അതായത് ഗോവയും കർണാടകവുമാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. ഗോവയും കർണാടകയുമാണ്. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ അവയുടെ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായ ജോഡി. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് ശരിയായ ജോഡികൾ. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂരിലാണ്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂരിലാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. പീച്ചി വാഴാനി തൃശ്ശൂരാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്ത് ആണ്. നെക്സ്റ്റ് ചോദ്യം, താഴെ
താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്ന് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്, ചെന്തുരുണി വന്യജീവി സങ്കേതം, ഇരവികുളം വന്യജീവി സങ്കേതം, നെയ്യാർ ദേശീയോദ്യാനം. തെറ്റായ ജോഡികൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി. തെറ്റായ ജോഡി 2, 3, 4 തെറ്റ് ജോഡി. നോക്കാം, 3, 4 തെറ്റായ ജോഡികൾ. 3, 4 അതായത് 3, 4 അല്ലേ തെറ്റ് ജോഡികളാണ്. ഇരവികുളം വന്യജീവി നെയ്യാർ ദേശീയോദ്യാനം അല്ലേ, സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്, ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് അല്ലേ. ഇരവികുളം കാണപ്പെടുന്നത് ദേശീയോദ്യാനമാണത്, വരയാടുകളെ സംരക്ഷിക്കുന്ന ആദ്യത്തെ ദേശീയോദ്യാനം. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. ചുവടെ തന്നിട്ടുള്ളവയിൽ കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കിഴക്കോട്ട് പോകുന്ന നദി ഏതാണ്? ഉത്തരം കിഴക്കോട്ട് പോകുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കബനിയാണ്. ആൻസർ. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? കർഷക ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ജില്ലയാണ് കൊല്ലം ജില്ല. നെക്സ്റ്റ് ചോദ്യം, ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? ആൻസർ പള്ളിവാസൽ. ഏറ്റവും വലുതാണ് ഇടുക്കി, ആദ്യത്തേത് പള്ളിവാസലാണ്. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്? 4. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ആൻസർ തൃശ്ശൂർ. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാരാണ്? ആൻസർ പ്രൊഫസർ കെ വി തോമസ്. ക്വസ്റ്റ്യനും കൂടി, ചുവടെ തന്നിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം എഴുതാം നമുക്ക്. ആൻസർ പ്രാചീന മലയാളം. മറ്റൊരു ക്വസ്റ്റ്യൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചതാരാണ്? ആൻസർ ശ്രീനാരായണ ഗുരു. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരായിരുന്നു? സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമിയുടേതാണ് ഏത്? പ്രാചീന മലയാളം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ്? ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവൻ. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി നാടകമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? എത്ര എണ്ണം വാരിയെല്ലുണ്ട്? വാരിയെല്ലുകൾ 24. മനുഷ്യശരീരത്തിലെ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? യൂറിയ ഉണ്ടാക്കുന്ന അവയവം ഏതാണത്? യൂറിയ ഉണ്ടാക്കുന്നത് കരളിലാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒന്നിച്ച് നോക്കാവുന്നതാണ്.